നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അപ്പോൾ അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. പക്ഷേ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിൻ്റെ കണ്ണുകൾ, നിൻ്റെ കാതുകൾ, നിൻ്റെ ഹൃദയം, നിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഹറാമിൽ നിന്ന് മുക്തമായിരിക്കണം. അതോടൊപ്പം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നീ ചെയ്യുകയും വേണം. അതിനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവിയും കാഴ്ചയും ഹൃദയവും ഖിയാമത്ത് നാളിൽ ചോദിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കണം, കാതുകൊണ്ട് കേൾക്കുന്നതിനെ ശ്രദ്ധിക്കണം, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിനെക്കുറിച്ച് പോലും സൂക്ഷ്മത വേണം. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ നീ ജീവിക്കുകയും നിൻ്റെ ശരീര അവയവങ്ങളെ ആ നിലക്ക് നീ സംരക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നിനക്കുണ്ടാകും. ഫല്ലാഹു ഖൈറുൻ ഹാഫിള. അള്ളാഹു ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനാണ്. വഹുവ അർഹമുർ റാഹിമീൻ. കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനുമാണ്. അതുകൊണ്ട് കരുണാവാരിധിയായ റബ്ബ് ഏറ്റവും നന്നായി നിങ്ങളെ സംരക്ഷിക്കും. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനെ ഭയപ്പെടുകയും വേണം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. നീ അള്ളാഹുവിനെ ഭയപ്പെടണം, അവനെ സൂക്ഷിക്കണം. അങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നിൻ്റെ മുന്നിൽ നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ തീർച്ചയായും ആ പരീക്ഷണത്തിൽ അള്ളാഹു സഹായിക്കുന്നതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്, അന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. അള്ളാഹു വിശ്വാസികളുടെ കൂടെയുണ്ട്. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിൻ്റെ കാരുണ്യം സുഹൃതവാന്മാരുടെ കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ ആ ഒരു മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ സഹായം അത് വിശ്വാസികളുടെ കൂടെ, തഖ്വയുള്ളവരുടെ കൂടെ, നന്മയുള്ളവരുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എത്രമാത്രം നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ അത്രമാത്രം പ്രതിസന്ധികളിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ഈ കാര്യം മോനെ നീ പഠിക്കണം, മനസ്സിലാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്.